ഇതാരാണെന്നും എന്താണെന്നും അറിഞ്ഞിട്ട് തന്നെയുള്ള വിളിയാ. ശരി, എന്തിനാ വിളിച്ചത് അത് പറ. എന്തായാലും ഇങ്ങനെ ഒരു സ്പാം കോൾ ചെയ്തതിൽ നിന്നും നീ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ലെന്ന് മനസ്സിലായി. പറ, എന്തിനാ എന്നെ വിളിച്ചത്? ഒരു സഹായം ചെയ്യാനാ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സഹായം. അങ്ങനൊരു സഹായം ചെയ്യാൻ എന്നെ നിങ്ങളൊന്ന് അനുവദിക്കണം. ശരി, എന്ത് സഹായമാ ചെയ്യാൻ പോകുന്നത്? പപ്പിക്ക് വേണ്ടിയാണ് നീ പൂജയിൽ പങ്കുകൊള്ളാൻ വന്നതെന്നും നിന്റെ മകളാണ് പപ്പിയെന്നും സത്യഭാമയ്ക്ക് അറിയില്ലല്ലോ. അതൊന്ന് അറിയിച്ചു കൊടുക്കാൻ. എന്താ, അറിയിക്കട്ടെ? നീ ആരോ? എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞല്ലോ ശാലിനി, ഞാനൊരു പരോപകാരിയാ. മറ്റുള്ളവർക്ക് ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പണി. അത് ചെയ്യാൻ നീ എന്നെ അനുവദിക്കേ പ്ലീസ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ലെന്നേ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. എടി, നീ ഇതൊക്കെ ആരോടാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? ഞാനൊന്ന് ഇൻഫോം ചെയ്താ നീ അകത്താ. എനിക്ക് അകത്ത് പോകുന്നതിലൊന്നും ഒരു പരാതിയില്ലെന്റെ ശാലിനി. പക്ഷെ നിന്റെ അവസ്ഥ അതാണോ? ഈ രഹസ്യം അറിഞ്ഞ ശാരദാമ്മയുടെ മൂന്നാമത്തെ മകളായ ശ്യാമയെയും സത്യഭാമ ശ്യാമയെ കുറ്റിച്ചൂലിനടിച്ച് പുറത്താക്കി ചാണകവെള്ളം തളിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രോഹിത് ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇത്രയും നാള് വഞ്ചിച്ചതിന് പ്രതികാരം വീട്ടാൻ ഒരുങ്ങുന്ന മനോഹരമായ കാഴ്ച. നീയപ്പ ഇത്രയും നാളെന്നെ ചതിക്കുകയായിരുന്നല്ലേ? പപ്പി നമ്മളുടെ മോളല്ലാന്നുള്ള രഹസ്യം എന്തിനാണ് എന്നെ ഒളിപ്പിച്ചു വെച്ചത്? അപ്പോ നീ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നല്ലേ? രോഹിത്തെ, ഞാൻ എടീ, അവൻ ചിലപ്പോ ശ്യാമയെ കൊന്നെന്നും ഇരിക്കും. അനാഥനായ അവന് ആകെയുള്ള ഒരു അവകാശിയാണ് പപ്പി. അതുകൂടി അവന്റെ സ്വന്തം അല്ലെന്നറിയുമ്പോ അവന് ഭ്രാന്ത് വരും, മുഴുഭ്രാന്ത്. അപ്പൊ പിന്നെ ശ്യാമയെ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഭ്രാന്തന്മാർക്ക് ഇപ്പൊ എന്തും ചെയ്യാലോ. പിന്നെ ഞാനത്ര ചീപ്പൊന്നുമല്ല ശാലിനി. അത്യാവശ്യം മനസ്സലിവുള്ളവളുവാ. മറ്റുള്ളവരുടെ സങ്കടം കണ്ടാ വേദനിക്കുന്നവളുവാ. നീ ഇപ്പൊ ത്രിശങ്ക സ്വർഗത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിപ്പോ ഈ രഹസ്യം സത്യഭാമയെ അറിയിക്കുന്നില്ല. എന്താ എന്താ നിന്റെ ഉദ്ദേശം? പണമാണോ? കളക്ടറല്ലേ, പണം കാണുമെന്നൊക്കെ എനിക്കറിയാം. അത് നീ ആ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് അങ്ങ് ഇട്ടേക്ക്. കുറച്ചു പുണ്യം എനിക്കും കിട്ടട്ടെ. പിന്നെ പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? സ്വന്തം കുഞ്ഞിന്റെ, അതായത് പപ്പിയുടെ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാനല്ലേ നീ വന്നത്? നീ ആ പൂജയിൽ പങ്കെടുക്കരുത്. ഞാനിപ്പോ ഈ രഹസ്യം പറഞ്ഞാലും പപ്പിയുടെ ജീവിതം ഛിന്ന ഭിന്നാവും. പപ്പിയുടെ മാത്രോ, ശ്യാമയുടെയും രോഹിത്തിന്റെയും ആ കുടുംബം തന്നെ ഇല്ലാതാവും. നീ ആ ഹോമത്തിൽ പങ്കെടുക്കാതിരുന്നാ ഇതൊന്നും സംഭവിക്കില്ല.